കഴിഞ്ഞ ക്ലാസ്സിൽ ബേസിക് ബോഡീസിൻ്റെ ഡ്രാഫ്റ്റിംഗ് പഠിച്ചു കഴിഞ്ഞതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബേസിക് സ്കേർട്ടിൻ്റെ ഡ്രാഫ്റ്റിംഗ് ആണ്. ബേസിക് സ്കേർട്ട്. ബേസിക് സ്കേർട്ട് ഈസ് വൺ ഓഫ് ദ ബേസിക് പാറ്റേൺ സെറ്റ്. നമ്മൾ നേരത്തെ ബേസിക് ബോഡീസിൻ്റെ കാര്യം പറഞ്ഞാണ്. ബേസിക് പാറ്റേൺ സെറ്റ് എന്ന് പറയുന്നത് 5 എണ്ണമാണ്. ബേസിക് ബോഡീസ് ഫ്രണ്ട് ആൻഡ് ബാക്ക്, ബേസിക് സ്കേർട്ട് ഫ്രണ്ട് ആൻഡ് ബാക്ക്, അതേപോലെ തന്നെ ബേസിക് സ്ലീവ്. ആ ബേസിക് പാറ്റേൺ സെറ്റിൽ ഉൾപ്പെടുന്ന ഒന്നാണ് ബേസിക് സ്കേർട്ട് എന്നുള്ളത്. ഇവിടെ നമ്മൾ ബേസിക് സ്കേർട്ടിന്റെ ഫ്രണ്ടും ബാക്കും രണ്ടും നമ്മൾ ഡ്രാഫ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. ഇറ്റ് കവേഴ്സ് ദ ലോവർ ബോഡി പാർട്ട്. നമ്മൾ ബോഡീസിന്റെ കാര്യം പറഞ്ഞപ്പോൾ അത് അപ്പർ ബോഡി പാർട്ടിനെ, അതായത് വേസ്റ്റിന് മുകളിലോട്ടുള്ള ബോഡി പാർട്ടിനെ കവർ ചെയ്യുന്നതാണ്. എന്നാൽ സ്കേർട്ട് എന്ന് പറയുന്നത് വേസ്റ്റിന് താഴോട്ടുള്ള ലോവർ ബോഡി പാർട്ടിനെ കവർ ചെയ്യുന്നതാണ്. ഇറ്റ് ഹാസ് ഡാർട്സ് to fit to the contours of the body but no other design features. ബേസിക് ബോഡീസിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഇതിൻ്റെ അകത്തും ബോഡി കോണ്ടേഴ്സിനെ അനുസൃതമായിട്ടുള്ള ഡാർട്ടുകൾ മാത്രമാണ് ഉണ്ടാവുക. അതല്ലാതെ മറ്റൊരു ഡിസൈൻ ഫീച്ചേഴ്സും ഈ ബേസിക് ബ്ലോക്കിൽ ഉണ്ടാവില്ല. ഇറ്റ് ഹാസ് നോ സീം അലവൻസ്. സീം അലവൻസ് ഉണ്ടായിരിക്കില്ല. ഇറ്റ് ഈസ് ഡ്രാഫ്റ്റഡ് വിത്ത് സ്റ്റാൻഡേർഡ് മെഷർമെന്റ്സ്. ഇത് സ്റ്റാൻഡേർഡ് മെഷർമെന്റ്സിന് അനുസൃതമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. The basic block can be drafted for individual figures using personal measurements. അപ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെയും മെഷർമെന്റ്സിന് അനുസരിച്ചും നമുക്ക് വേണമെങ്കിൽ ബേസിക് പാറ്റേൺ സെറ്റ് നിർമ്മിക്കുവാൻ സാധിക്കും. ബേസിക് സ്കേർട്ട് പാറ്റേണിന് ആവശ്യമായിട്ടുള്ള മെഷർമെന്റ്സ്: സ്കേർട്ട് ലെങ്ത് 29 inches, വേസ്റ്റ് റൗണ്ട് 28 inches, ഹിപ്പ് റൗണ്ട് 38 inches. ഈ 3 മെഷർമെന്റുകളാണ് നമുക്ക് സ്കേർട്ടിന്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ളത്. സ്കേർട്ടിന്റെ ലെങ്ത്, വേസ്റ്റ് റൗണ്ട്, അതേപോലെ തന്നെ ഹിപ്പ് റൗണ്ട്. ഇനി എങ്ങനെയാണ് ഡ്രാഫ്റ്റിംഗ് പ്രൊസീജിയർ എന്ന് നോക്കാം. നമ്മൾ ഡ്രാഫ്റ്റിംഗ് ചെയ്യാനായിട്ട് ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. മാർക്ക് 0 ഓൺ ടോപ്പ് ലെഫ്റ്റ് സൈഡ് ഓഫ് ദ പാറ്റേൺ പേപ്പർ. നമ്മൾ നേരത്തെ ബേസിക് ബോഡീസിന്റെ ഡ്രാഫ്റ്റിംഗ് ചെയ്ത പോലെ തന്നെ 0 എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്യുന്നു. എവിടെ? ടോപ്പ് ലെഫ്റ്റ് സൈഡ് ഓഫ് ദ പാറ്റേൺ പേപ്പർ. 0 നമ്മൾ മാർക്ക് ചെയ്തു. അടുത്തതായിട്ട് സ്ക്വയർ അക്രോസ് ആൻഡ് സ്ക്വയർ ഡൗൺ ഫ്രം 0. 0യിൽ നിന്ന് അക്രോസ്, അല്ലെ, ഹൊറിസോണ്ടൽ ആയിട്ടും അതേപോലെ തന്നെ താഴോട്ടും സ്ക്വയർ ഡൗൺ ചെയ്യുക. സ്ക്വയർ ഡൗൺ ആൻഡ് സ്ക്വയർ അക്രോസ്. ഇനി 0-1 എന്ന് പറയുന്നത് സ്കേർട്ട് ലെങ്ത് ആണ്. അത് നമുക്കറിയാം, നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട് 29 inches ആണ്. അപ്പൊ സ്കേർട്ട് ലെങ്ത് എങ്ങനെയായിരിക്കും? താഴോട്ടായിരിക്കും വരിക, അല്ലെ? അപ്പൊ ഏത് സൈഡിലാണ് 1 വരിക എന്ന് നമുക്ക് എളുപ്പം ഓർക്കാം. ലെങ്ത് ആണ് വരുന്നത്. അപ്പോൾ താഴോട്ടുള്ള മെഷർമെന്റ് 29 inches. അപ്പൊ 0യിൽ നിന്ന് താഴോട്ട് നമ്മൾ 29 ഇഞ്ച് അളന്നിട്ട് 1 മാർക്ക് ചെയ്യുന്നു. അടുത്ത് 0-2 എന്ന് പറയുന്നത് ഹിപ്പ് ഡിവൈഡ് ബൈ 2 പ്ലസ് ഹാഫ് ഇഞ്ച് എന്നുള്ളതാണ്. നമുക്ക് ഹിപ്പ് മെഷർമെന്റ് ഉള്ളത് 38 ഇഞ്ചാണ്. 38 ഡിവൈഡ് ബൈ 2 പ്ലസ് ഹാഫ്. 38ന്റെ പകുതി എന്ന് പറയുന്നത് 19 പ്ലസ് അര ഇഞ്ച് കൂടി വരുമ്പോൾ 19.5 എന്നുള്ളതാണ് നമ്മളുടെ 0-2 എന്നുള്ള മെഷർമെന്റ്. അപ്പൊ ഇത് എങ്ങോട്ടാ വരിക? ഹൊറിസോണ്ടൽ ഡയറക്ഷനോട്ട്, അല്ലെ? 0-2 എന്നുള്ള മെഷർമെന്റ്സ്. 19.5 ഇഞ്ച് അകലത്തിൽ നമ്മൾ 2 മാർക്ക് ചെയ്തു. നിങ്ങൾക്ക് ടേപ്പില് മെഷർമെന്റ് എടുക്കുന്നത് 1/2 ഇഞ്ചും 1/4 ഇഞ്ചും ഏതാണെന്ന് വ്യക്തമായിട്ട് അറിയാമോ? ഇത് എന്താണെന്ന് നിങ്ങൾക്കറിയാം. നമ്മൾ ഉപയോഗിക്കുന്ന മെഷറിംഗ് ടേപ്പാണ്. ഇതിന്റെ ഒരു വശത്ത് ഇഞ്ച് മാർക്കിങ്ങുകൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മറുഭാഗത്ത് സെന്റിമീറ്റർ മാർക്കിങ്ങുകളും. സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഇഞ്ച് മാർക്കിങ്ങിൽ ഓരോന്നും വീണ്ടും 8 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് 8 ചെറിയ ലൈനുകൾ അതിൻ്റെ ഉള്ളിലുണ്ട്. ചില ടേപ്പുകളിൽ ഇതിന് 8ന് പകരം 16 ആയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ടേപ്പില് 8 ഡിവിഷൻസ് ആണ് ഉള്ളത്. ഈ 8 ഡിവിഷൻസ് ഏതെല്ലാം എന്ന് നമുക്ക് നോക്കാം. ടേപ്പില് 1, 2 അതിനിടയിൽ ഉള്ള ഓരോ ലൈൻസും എത്രയാണ് എന്നുള്ളത് മാർക്ക് ചെയ്തിട്ടുണ്ട്.
അതിൽ ഒന്നാമത്തെ ലൈൻ എന്ന് പറയുന്നത് 1/8. അപ്പോൾ 8 ഡിവിഷൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഒന്നാമത്തെ ഭാഗം അല്ലേ, ഒന്നാമത്തെ ലൈൻ വരുന്ന അത്രയും ഭാഗം എന്ന് പറയുന്നത് 8ൽ 1 അല്ലേ, 1/8 എന്നുള്ളതാണ്. രണ്ടാമത്തെ ലൈൻ വരുന്നത് 2/8. 2/8 എന്ന് വെച്ചാൽ അത് ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ 1/4 അഥവാ 1/4 ഇഞ്ചാണത്. അടുത്തത് മൂന്നാമത്തെ ലൈൻ വരുന്നത് 3/8, 8ൽ 3 ഭാഗം. നാലാമത്തെ ലൈൻ വരുന്നത് 4/8 അഥവാ 1/2. 4/8 ഡിവൈഡ് ചെയ്തെടുക്കുമ്പോൾ 1/2. നാലാമത്തെ ലൈൻ എത്തുമ്പോൾ 1/2 ഇഞ്ച് പകുതിയാകുന്നു അല്ലേ. അഞ്ചാമത്തെ ലൈൻ 5/8. ആറാമത്തെ 6/8 അഥവാ 3/4 3/4 ഇഞ്ച്. ഏഴാമത്തെ ലൈൻ വരുന്നത് 7/8. എട്ടാമത്തെ ലൈൻ ആകുമ്പോഴേക്കും 1 ഇഞ്ച് പൂർത്തിയാകും. ഇങ്ങനെയാണ് അതിൽ ഡിവിഷൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഡ്രാഫ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് 1/8 ഇഞ്ച് എന്ന് പറയുമ്പോൾ ആ ഇഞ്ച് മാർക്കിന്റെ ഇടയിലുള്ള ഒരു ഡിവിഷൻ മാത്രം, അത്രയും അളവാണ് എടുക്കുന്നത്. 4 ഇഞ്ച് എന്ന് പറയുമ്പോൾ 2 ഡിവിഷൻസ്, 3/8 എന്ന് പറയുമ്പോൾ 3, അര നമുക്കറിയാം പരിചയമുള്ളതാണ്. 5/8 എന്ന് പറയുമ്പോൾ 5, 3/4 എന്ന് പറയുമ്പോൾ ആറാമത്തത് അല്ലെങ്കിൽ അരയ്ക്കും 1നും ഇടയ്ക്കുള്ളത് അല്ലെ, നടുവിലുള്ളത്. അതേപോലെയാണ് നമുക്ക് മെഷർമെന്റുകൾ എടുക്കേണ്ടി വരുന്നത്. ഈ മെഷർമെന്റുകൾ എടുക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെക്കണം, എങ്കിലേ നമുക്ക് ഡ്രാഫ്റ്റിംഗ് ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കുള്ളൂ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 16 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളതാണ്. അതിൽ ഒന്ന് ഫസ്റ്റ് ലൈൻ വരുന്നത് 1/16 അല്ലെ, 16 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 16ൽ 1. രണ്ടാമത്തെ വരുമ്പോൾ 2/16 ആണ്. 2/16 എന്ന് പറയുന്നത് 1/8 ആണ്. 3/16. അടുത്ത 4/16 എന്ന് പറയുന്നത് 1/4 ആണ്. 5/16, 6/16 എന്ന് പറയുന്നത് 3/8, 7/16, 8/16 അഥവാ ഹാഫ്, 9/16, 10/16 അഥവാ 5/8, 11/16, 12/16 അഥവാ 3/4, 13/16, 14/16 അഥവാ 7/8 ആൻഡ് 15/16. അപ്പം ഇങ്ങനെയായിരിക്കും 16 വരെയുള്ള ഡിവിഷൻസ് വരുന്നത്. അപ്പോൾ ഇതും ചില കേസുകളിൽ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. 1/16 അല്ലെങ്കിൽ 5/16 ഒക്കെ എടുക്കേണ്ട ചില പ്രൊസീജിയറുകളുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഈ ഒരു സ്കെയിലായിരിക്കും ഉപയോഗിക്കുന്നത്. ഇതിലെ സ്കെയിലിൽ വിവിധ ഡിവിഷൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. പിന്നെ നമുക്ക് ഡ്രാഫ്റ്റിങ്ങിലോട്ട് തിരിച്ചു പോകാം. 0ൽ നിന്ന് 19.5 ഇഞ്ച് അകലത്തിൽ 2 എന്നുള്ള മാർക്കിംഗ് കൊടുത്തു. ഇനി നമ്മൾക്ക് റെക്റ്റാങ്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 എന്നുള്ള മാർക്കിംഗ് വരണം. അതിനുവേണ്ടി എന്താണ്, സ്ക്വയർ ഡൗൺ ഫ്രം 2 ആൻഡ് സ്ക്വയർ അക്രോസ് ഫ്രം 1 ടു മാർക്ക് 3. 2ൽ നിന്ന് താഴോട്ട് സ്ക്വയർ ഡൗൺ ചെയ്യുക, അതേപോലെ തന്നെ 1ൽ നിന്ന് സ്ക്വയർ അക്രോസ് ഹൊറിസോണ്ടൽ ആയിട്ട് ചെയ്യുക. ഈ 2 ലൈനുകൾ മീറ്റ് ചെയ്യുന്നിടത്താണ് 3 എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്യുന്നത്. സ്ക്വയർ ഡൗൺ ഫ്രം 2, സ്ക്വയർ അക്രോസ് ഫ്രം 1 ടു മാർക്ക് 3 എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്തു. ഇപ്പോൾ സ്കേർട്ട് ഡ്രാഫ്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായ റെക്റ്റാങ്കിൾ ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ലെങ്ത് 0.1 എന്നുള്ളത് 29 ഇഞ്ചസ് ആണ്. വിഡ്ത്ത് 0.2 എന്നുള്ളത് 19.5 ഇഞ്ചസ് ആണ്. ഫ്രണ്ടും ബാക്കും സ്കേർട്ട് ഒരേപോലെ തന്നെയാണ് ഡ്രാഫ്റ്റിംഗ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഈ റെക്റ്റാങ്കിളിനെ നമ്മൾക്ക് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. 4 എന്നുള്ള പോയിന്റ് 0.2 എന്നുള്ള ലൈനിൽ കണ്ടുപിടിക്കുന്നു. 0.4 ഈക്വൽ ടു ഹിപ്പ് ഡിവൈഡ് ബൈ 4 പ്ലസ് 1/4 ഇഞ്ച് ഈക്വൽ ടു ഹിപ്പ് എന്ന് പറഞ്ഞ മെഷർമെന്റ് 38 ആയിരുന്നു. 38 ഡിവൈഡ് ബൈ 4 പ്ലസ് 1/4 ഈക്വൽ ടു 9.5 പ്ലസ് 1/4 ഈക്വൽ ടു 9 and 3/4, 9.25 ഇഞ്ച് അല്ലേ. അപ്പൊ 0.4 എന്നുള്ളത് 0ൽ നിന്ന് 9.25 ഇഞ്ച് അകലത്തില് 4 എന്നുള്ള മാർക്കിംഗ് ചെയ്തു. സ്ക്വയർ ഡൗൺ ഫ്രം 4 ടു മാർക്ക് ദ പോയിന്റ് 5. അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. 4ൽ നിന്ന് താഴോട്ട് സ്ക്വയർ ഡൗൺ ചെയ്തു,
and mark the point 5. ഈ റെക്റ്റാങ്കിള് 2 ഈക്വൽ ഡിവിഷൻസ് ആയിട്ടുണ്ട്. സെന്റർ ബാക്കും സെന്റർ ഫ്രണ്ടും CB ആൻഡ് CF മാർക്ക് ചെയ്യുന്നു. മാർക്ക് CB ആൻഡ് CF. 0 to 6 equal to waist to hip length. ഇനി നമ്മൾക്ക് കണ്ടെത്താനുള്ളത് വേസ്റ്റ് മുതൽ ഹിപ്പ് വരെയുള്ള മെഷർമെന്റ് ആണ്. ചില കേസുകളിൽ നമുക്ക് ആ മെഷർമെന്റ് എടുത്തിട്ടുണ്ടാവും. അല്ലാത്ത സന്ദർഭത്തിൽ നമ്മൾ ഹിപ്പ് ഡിവൈഡ് ബൈ 4 എന്നുള്ള അളവാണ് അതിലെടുക്കാറുള്ളത്. ഹിപ്പ് ഡിവൈഡ് ബൈ 4 ഈക്വൽ ടു 38 ഡിവൈഡ് ബൈ 4 ഈക്വൽ ടു 9.5 inches. 0.6 എന്നുള്ളത് വേസ്റ്റ് മുതൽ ഹിപ്പ് വരെയാണ്. അപ്പൊ താഴോട്ടായിരിക്കും മെഷർമെന്റ് വരിക. 0.6 എന്ന് പറയുന്ന മെഷർമെന്റ് 9.5, 0-ൽ നിന്ന് താഴെ 9.5 ഇഞ്ച് അകലത്തിൽ 6 മാർക്ക് ചെയ്യുന്നു. സ്ക്വയർ അക്രോസ് ടു മാർക്ക് 7, 6-ൽ നിന്ന് സ്ക്വയർ അക്രോസ് ചെയ്യുന്നു. അത് 2, 3 എന്നുള്ള ലൈനിൽ മുട്ടുന്നിടത്ത് 7 മാർക്ക് ചെയ്യുന്നു. ദിസ് ഈസ് ഹിപ്പ് ലൈൻ. 6, 7 എന്നുള്ളതാണ് നമ്മുടെ ഹിപ്പ് ലൈൻ. അത് നമ്മൾ മാർക്ക് ചെയ്തു. അടുത്തായിട്ട് നമുക്ക് കണ്ടെത്തേണ്ടത് ടോപ്പ് ഹിപ്പ് ലൈൻ ആണ്. അതിനുവേണ്ടി 8 എന്നുള്ള പോയിന്റ്. 8 ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് 0.6. 0.6 എന്നതിന്റെ മിഡ് പോയിന്റ് ആണ്, നടുവിലുള്ളതാണ്. അപ്പൊ 0.6 എത്രയാണെന്ന് അളന്ന് നോക്കുക. അതിന്റെ പകുതി അല്ലെ, നടുവിലത്തെ പോയിന്റ് മാർക്ക് ചെയ്യുന്നു. 8 എന്ന് മാർക്ക് ചെയ്യുന്നു. സ്ക്വയർ അക്രോസ് ടു മാർക്ക് 9. 8-ൽ നിന്ന് നേരെ സ്ക്വയർ അക്രോസ് ചെയ്യുന്നു. ടു മാർക്ക് 9, 9 മാർക്ക് ചെയ്യുന്നു. ദിസ് ഈസ് ദ ടോപ്പ് ഹിപ്പ് ലൈൻ. ഇതാണ് ടോപ്പ് ഹിപ്പ് ലൈൻ. ഇപ്പോൾ നമുക്ക് ഹിപ്പ് ലൈനും ടോപ്പ് ഹിപ്പ് ലൈനും വേസ്റ്റും എല്ലാ മാർക്കിങ്ങുകളും കിട്ടിയിട്ടുണ്ട്. 0 to 4 എന്ന് പറയുന്നത് 8 and 3/4. 0.8, 8.5. 4A ഈക്വൽ ടു ചെറിയ ഒരു കർവ് വരുന്നുണ്ട്. ആ ഒരു പോർഷൻ കണ്ടെത്താനാണ് നമ്മൾ 4A എന്നുള്ള മാർക്കിംഗ് കൊടുക്കുന്നത്. 4 നിന്ന് നേരെ മുകളിലോട്ട് 1/2 ഇഞ്ച് അകലത്തിലാണ് നമ്മൾ 4A മാർക്ക് ചെയ്യുന്നത്. 4A എന്നുള്ള മാർക്കിംഗ് കൊടുത്തു. Join 0 to 4A and 2 to 4A. 0-ൽ നിന്ന് 4Aയിലോട്ടും അതേപോലെ തന്നെ 2-ൽ നിന്ന് 4Aയിലോട്ടും ജോയിൻ ചെയ്യിക്കുന്നു. 0 to 4A and 2 to 4A. 0.10 equal to waist divided by 4 plus ease allowance divided by 4 plus 1.5 inch. അത് നമ്മുടെ വേസ്റ്റ് മെഷർമെന്റിലാണ് പറയുന്നത്. വേസ്റ്റ് എത്രയാണോ അതിന്റെ ഡിവൈഡ്, അല്ല നമ്മൾ 4-ൽ ഒരു ഭാഗം മാത്രമാണ് ചെയ്യുന്നത്. ഡിവൈഡ് ബൈ 4. ആവശ്യമായിട്ടുള്ള ഈസ് അലവൻസ് എത്രയാണോ അതിന്റെ 4/1 പ്ലസ് 1.5. 1.5 എന്നുള്ളത് നമ്മൾ കൊടുക്കുന്ന ഡാട്ട്. ആ ഡാട്ട് ഇൻടേക്കിന്റെ അളവാണ്. 0.10 എന്നുള്ള അളവ് ബാക്ക് സ്കേർട്ടിലാണ് വരുന്നത്. ബാക്കിൽ നമ്മൾ 2 ഡാട്ടുകളാണ് കൊടുക്കുന്നത്. 3/4 ഇഞ്ച്, 3/4 ഇഞ്ച് അളവുള്ള 2 ഡാട്ടുകൾ. അപ്പോൾ 2 ഡാട്ടിന്റെ അളവുകൾ കൂട്ടുമ്പോഴാണ് 1.5 ഇഞ്ച് എന്ന് കിട്ടുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 28 ആയിരുന്നു നമ്മളുടെ വേസ്റ്റ് മെഷർമെന്റ്. 28 ഡിവൈഡ് ബൈ 4 പ്ലസ് നമ്മൾ കൊടുക്കുന്ന ഈസ് അലവൻസ് 1 ഇഞ്ചാണ്. അപ്പോൾ 1 ഡിവൈഡ് ബൈ 4 പ്ലസ് 1.5 ഈക്വൽ ടു 28 ഡിവൈഡ് ബൈ 4 എന്ന് പറയുമ്പോൾ 7 പ്ലസ് 1/4 എന്ന് പറയുമ്പോൾ 0.25 പ്ലസ് 1.5 ഈക്വൽ ടു 8.75 അഥവാ 8.25 ഇഞ്ച്. 8.75 എന്ന് പറയുമ്പോൾ 8.25. 8.25 ഇഞ്ചാണ് നമ്മൾ 0-ൽ നിന്ന് 10 എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്യുന്നത്. That point is on the line 0.4A. 0.4Aയിൽ നമ്മൾ 10 എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്തു. അതേപോലെ തന്നെ ഫ്രണ്ടിലും കണ്ടെത്തുന്നു.
211 equal to waist divided by 4 plus east allowance divided by 4 plus 3/4. ഇതാണ് അവിടെ വരുന്ന വ്യത്യാസം അല്ലേ. വേസ്റ്റിന്റെ 4/1 പ്ലസ് ഈസ്റ്റ് അലവൻസിന്റെ 4/1. അതിനൊപ്പം ഫ്രണ്ടിൽ നമ്മൾ ഒരു ഡാറ്റയെ കൊടുക്കുന്നുള്ളൂ. അതിന്റെ ഡാറ്റ ഇൻടേക്ക് ആണ് 3/4 ഇഞ്ചസ് എന്നുള്ളത്. അപ്പൊ 28 ഡിവൈഡ് ബൈ 4 പ്ലസ് 1 ഡിവൈഡ് ബൈ 4 പ്ലസ് 3/4 ഈക്വൽ ടു 7 പ്ലസ് 0.25 plus 0.75 equal to 8 inches. 2-4A എന്നുള്ള ലൈനിൽ നമ്മൾ 8 ഇഞ്ച് അകലത്തിൽ 11 എന്ന പോയിന്റ് മാർക്ക് ചെയ്യും. Draw curved lines from point 10 to the top hip line and 11 to the top hip line. നമ്മൾ 10ഉം 11ഉം മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ 2 പോയിന്റിൽ നിന്നും ടോപ്പ് ഹിപ്പ് ലൈൻ വരെ കർവ്ഡ് ലൈനുകൾ വരയ്ക്കുക. ഹിപ്പ് കർവ്, ഫ്രഞ്ച് കർവ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് വരയ്ക്കുന്നത്. 10 to ടോപ്പ് ഹിപ്പ് ലൈൻ, then 11 to ടോപ്പ് ഹിപ്പ് ലൈൻ. ഇത് നമ്മൾ ഫ്രണ്ട് സ്കേർട്ടിലെ ഡാട്ടാണ്. 12 is the midpoint of 2-4A. 2-4A എന്നുള്ള ലൈനിലെ മിഡ് പോയിന്റ് ആണ് 12. Square down to 12 just before top hip line for dot point. 12ൽ നിന്ന് താഴോട്ട് സ്ക്വയർ ഡൗൺ ചെയ്യുന്നു. ജസ്റ്റ് ബിഫോർ ടോപ്പ് ഹിപ്പ് ലൈൻ ഫോർ ഡാട്ട് പോയിന്റ്. നേരെ താഴോട്ട് ടോപ്പ് ഹിപ്പ് ലൈനിന്റെ തൊട്ട് മുകളിൽ വരെ സ്ക്വയർ ഡൗൺ ചെയ്തു. ഇതാണ് നമ്മുടെ ഡാട്ട് പോയിന്റ്. 12-12A ഈക്വൽ ടു 12-12B ഈക്വൽ ടു 3/8 ഇഞ്ചസ്. ഡാട്ട് ഇൻടേക്ക് എന്നുള്ളത് 4 ഇഞ്ചാണ്, 3/4 ഇഞ്ചാണ്. അതിന്റെ പകുതി 3/8 ഇഞ്ച്. 12ൽ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ടും റൈറ്റ് സൈഡിലോട്ടും 12Aയും 12Bയും മാർക്ക് ചെയ്യുന്നു. 3/8 ഇഞ്ച് 12A, 3/8 ഇഞ്ച് 12B. Then join the dot legs 12A and 12B to the dot point. നമ്മൾ നേരത്തെ ഡാട്ട് പോയിന്റ് കണ്ടിട്ടുണ്ട്. ആ പോയിന്റിലോട്ട് 12Aയിൽ നിന്നും 12Bയിൽ നിന്നും ലൈനുകൾ വരച്ച് ഡാട്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് സ്കേർട്ടിന്റെ ഡ്രാഫ്റ്റിംഗ് പൂർത്തിയായിട്ടുണ്ട്. ഇനി ബാക്ക് സ്കേർട്ട്. ഡിവൈഡ് 0-10 into 3 equal parts and mark 13 and 14. നേരത്തെ 2-11 എന്നുള്ളതിന്റെ മിഡ് പോയിന്റ് ആണ് കണ്ടത്. അവിടെ ഒരു ഡാറ്റ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ബാക്കിൽ 2 ഡാട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 0-10 എന്നുള്ള ലൈനിനെ നമ്മൾ 3 ഈക്വൽ പാർട്ടുകളാക്കുന്നു. അതില് ഫസ്റ്റ് ഇതിനെ 13 എന്നും സെക്കൻഡ് പോയിന്റിനെ 14 എന്നും മാർക്ക് ചെയ്യുന്നു. Then 13-15 equal to 1/4 inch before the hip line. ഹിപ്പ് ലൈനിന് 4 ഇഞ്ച് മുകളിലായിട്ട് 15 മാർക്ക് ചെയ്തു. 13 നേരെ സ്ക്വയർ ഡൗൺ ചെയ്തു. ഇടം വരെ ഹിപ്പ് ലൈനിന്റെ 4 ഇഞ്ച് മുകളിലായിട്ട് 15 മാർക്ക് ചെയ്തു. 13-13A, 13-13B ഈക്വൽ ടു 3/8 ഇഞ്ച്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഡാട്ട് ഇൻടേക്കിന്റെ പകുതിയാണ്. 13Aയും 13Bയും മാർക്ക് ചെയ്തു. Join the dot legs 13A and 13B to the dot point. നമ്മുടെ ഡാട്ട് പോയിന്റ് 15 ആണ്. അപ്പൊ 13Aയിൽ നിന്നും 13Bയിൽ നിന്നും ഡാട്ട് ലെഗുകൾ വരച്ചു ഡാട്ട് കംപ്ലീറ്റ് ചെയ്തു. അടുത്ത ഡാട്ട് 14-16 ഈക്വൽ ടു അപ് ടു ദ ടോപ്പ് ഹിപ്പ് ലൈൻ. ടോപ്പ് ഹിപ്പ് ലൈൻ വരെയാണ് 16 എന്നുള്ള പോയിന്റ് വരുന്നത്. 14 നേരെ സ്ക്വയർ ഡൗൺ ചെയ്യുക അപ് ടു ടോപ്പ് ഹിപ്പ് ലൈൻ. Then mark 16, 14A, 14B. ഇല്ല, രണ്ടെണ്ണം മാർക്ക് ചെയ്യണം. 3/8 ഇഞ്ചസ് തന്നെ. 14A and 14B. Then join the dot legs 14A and 14B to the dot point. ഇപ്പോൾ നമ്മളുടെ 2 ഡാട്ടുകളും ബാക്കിലെ 2 ഡാട്ടുകളും പൂർത്തിയാക്കിയിട്ടുണ്ട്. നമ്മുടെ ബേസിക് സ്കേർട്ട് ഫ്രണ്ടും ബാക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
ഇതേപോലെ പാറ്റേണുകൾ ചെയ്തെടുക്കുക. ആവശ്യമായിട്ടുള്ള നെസസറി മാർക്കിങ്സ് കൊടുക്കുക. അപ്ലൈ ഡാർട്ട് അലവൻസ് ഫോർ ഓൾ ദ ഡാർട്ട്സ്. കംപ്ലീറ്റ് ദ പാറ്റേൺ വിത്ത് റിക്വയർഡ് പാറ്റേൺ ഇൻഫർമേഷൻ. ഹിപ്പ് ലൈൻ എവിടെയാണ്, ഫ്രണ്ട് ആൻഡ് ബാക്ക് തുടങ്ങിയ ഇൻഫർമേഷൻസ് കൊടുത്തുകൊണ്ട് പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യുക. ബേസിക് സ്കേർട്ടിൻ്റെ ഡ്രാഫ്റ്റിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അത് ചെയ്ത് പാറ്റേൺ പ്രിപ്പയർ ചെയ്തെടുക്കണം. ചാർട്ട് പേപ്പറിലോ ബ്രൗൺ പേപ്പറിലോ പാറ്റേൺ പ്രിപ്പയർ ചെയ്യണം. താങ്ക് യു.